ഇത് മുല്ലപ്പെരിയാർ പണിയെടുപ്പിച്ച ജോൺ ഫെന്നിക്കുക്കിൻ്റെ ഒരു പ്രതിമയാണിത്. നമ്മൾ ലോയർ കമ്പിലൊക്കെ പ്രതിമയുണ്ട്, എന്നാലും നമുക്ക് ഇത് പണിയെടുപ്പിച്ചിട്ട് ഇവിടെ ആ ഒരു പ്രതിമയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ ഇത് കാണുവാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ, അത് ആ പ്രതിമ കാണുവാൻ തന്നെ മനോഹരമാണ് ആ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ പാർക്കിൽ നമുക്ക് വന്നാൽ ഇതെല്ലാം കാണാൻ കഴിയും. ഈ പണി കഴിപ്പിച്ചിരിക്കുന്ന മുല്ലപ്പെരിയാർ മോഡൽ പണിതിരിക്കുന്ന ഡാമാണ്. ആ മുല്ലപ്പെരിയാറിൻ്റെ അതേ ആകൃതിയിലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് നോക്കൂ, അതിൻ്റെ വിസ്തീർണം മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടാൽ നമുക്ക് മുല്ലപ്പെരിയാർ പണിതിരിക്കുന്ന അതിൻ്റെ മേളിൽ കൊടുത്തിരിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം നമ്മളെ മുല്ലപ്പെരിയാർ അവിടെ പോയി നിന്ന് കണ്ടാൽ എങ്ങനെയൊന്നും അതേപോലെയാണ്. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം വിടുന്ന സ്റ്റോക്ക് പൈപ്പുകളാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ബസ്സിലൊക്കെ വരുമ്പോൾ യാത്ര ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പൈപ്പ് ഇട്ടിരിക്കുന്നത്. അതേപോലത്തെ ഒരു മോഡൽ ഡെമോ ഒക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പള്ളി ഒരു കലം ഞാൻ കലത്തിൽ തലയെ വെച്ചുകൊണ്ട് എടുത്തിരിക്കുന്നുണ്ടോ. നമ്മൾ ഈ പാർക്കിൽ വന്നുകൊണ്ടാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. ഇതെന്ത് മനോഹരമാണ്. ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട്, ഇവിടെയും കുതിരസവാരി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വന്ന എല്ലാ ഇന്നെൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന മാഡത്തിനെ കണ്ടു. അന്നേരം അതേണ്ട അവരോട് നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ അവർക്ക് ആശ തോന്നി. അന്നേരം ആ കൂടെ നിന്ന് കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ബാക്കിയുള്ളവർക്ക് അവർ സീരിയൽ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്കത് മനസ്സിലായി. അതുകൊണ്ട് വൈഫും മകളും പേരക്കുട്ടിയാണ്, അവർക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണും. ഇവിടെ വന്നപ്പോൾ നമ്മൾ പച്ചമുന്തിരി മാത്രമല്ല, ഇത് ഉണക്കമുന്തിരിയാണ്. ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അത് നമുക്ക് കറുത്ത മുന്തിരിയാന്ന് തോന്നുന്നു. ഇത് അങ്ങനെയല്ല, ഇത് ഉണങ്ങിക്കിടക്കുന്ന മുന്തിരിയാണ്. മൊത്തം ആ തോട്ടത്തിൽ കണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഈ പായസത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ ഉണക്കമുന്തിരി വരുന്നത്. ഉണ്ടോ, ഈ ഓരോ അവസ്ഥയിൽ ഉണക്കിയാണ് നമുക്ക് ആ പാക്കേജ് ചെയ്ത് നമുക്ക് ആ മുന്തിരി എത്തും.